ഹായ് ഹലോ, നമ്മളിന്ന് ഹൈലൈറ്റ് മാളിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ പൊന്നും ചക്കും ദാ ചക്ക കൂട്ടാൻ കണ്ട ഗൃഹിണി പിള്ളേരുടെ പോലെ ദാ ആടിപ്പാടി ഡാൻസ് കളിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം ഇവർക്ക് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രത്യേക ശുഷ്കാന്തിയാണ്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാരിയെടുത്ത് കൊട്ടയിലെടുത്ത് ഇടുക എന്നുള്ളത് അവരുടെ ഒരു മെയിൻ ഹോബിയാണ്. പക്ഷെ ചില സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് എടുക്കുള്ളൂ കേട്ടോ. നമ്മളെത്ര വേണ്ടാന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ എന്താ പറയുക, പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള ട്രിക്ക് അത് അവരുടെ കയ്യിലുണ്ട്. പിന്നെ അതവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് താഴെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ട് നമുക്കിരുന്ന് ആവശ്യത്തിന് കഴിക്കാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളിവിടെ കയറിയിരിക്കുന്നത് നമുക്ക് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ആവശ്യമായിട്ടല്ല. നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ഓഫർ ഉണ്ടെങ്കിൽ കണ്ടാൽ വാങ്ങാം എന്ന് വിചാരിച്ചു. ചക്കുവിനെ പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊട്ടയിലാക്കിയിട്ടുണ്ട് കേട്ടോ, ട്രോളിയിൽ ഇരുത്തിയാളെ. അതാണ് ഞങ്ങൾക്കും അവൾക്കും നല്ലതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൾ പിന്നെ സമാധാനമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള 2-3 സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടിടുന്നുണ്ട്. അത് പിന്നെ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മിണ്ടിയില്ല. പിന്നെ ചക്കുവിനെ ആൻറ്റി തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് ട്രോളിയിലാക്കിയിട്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും പെട്ടെന്ന് കാണാതാവുന്നത് കേട്ടോ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇവരെ കാണുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഇവർക്ക് ഈ മിഠായിയുടെയും അല്ലെങ്കിൽ സ്നാക്സ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കുറേ സമയം കളയുന്ന അല്ലെങ്കിൽ കുറേ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേഷനറി ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതാകണ്ട ഈ സ്ലൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള പേനകൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നത് സ്ലൈമാണ് കേട്ടോ. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ് ഇതെന്ന് അറിയുന്നതുകൊണ്ട് ഞാനത് എന്താ പറയുക, നമുക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഇവിടെയും വെറുതെ ഒട്ടിച്ച് വയ്ക്കലും അതൊക്കെയാണ്, അത് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കേടാവും. കാരണം ഉള്ള ചെളി കയ്യിലെയും താഴത്തെയൊക്കെ ചെളി മൊത്തം ഈ ഒരു സാധനത്തിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിത്തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ചക്കു വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്, വാങ്ങിത്താമ്മ എന്ന് പറഞ്ഞിട്ട്. ഇവരുടെയൊക്കെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും എന്തെങ്കിലും എടുത്തു വരികയാണെങ്കിൽ അത് പിങ്ക് കളറുള്ള എന്തെങ്കിലും സാധനമായിരിക്കും ഇവിടെ എടുത്തുകൊണ്ട് വരാം. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചക്കു പിന്നെ അത് വിട്ടു തോന്നുന്നു. പക്ഷെ ഏറ്റവും കുറവ് പൈസയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഏതോ ഒരു പിങ്ക് സ്ലൈം കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങളത് വാങ്ങിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു മിഠായി ഒരു പാക്കറ്റ് അവർ പൊട്ടിച്ചു തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു.